പ്രേസ് ദ ലോർഡ്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കുള്ള സബ്ജക്റ്റാണ് കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ടു കിങ്ഡം ഓഫ് ലൈറ്റ്. കൊളോസ്യൻ 1:13. അതായത് അന്ധകാര രാജ്യത്തിൽ നിന്നും വെളിച്ച രാജ്യത്തിലേക്കുള്ള പ്രവേശനം. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 4:24 വചനപ്രകാരം ദൈവാത്മാവായതുകൊണ്ട് ദൈവപ്രവൃത്തികൾ മുഴുവൻ ചെയ്യുന്ന ആത്മാവിൽ മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതിയാണ്. ഉൽപ്പത്തി 1:26 മുതൽ 28 വരെ നോക്കുകയാണെങ്കിൽ അവിടെ കാണാം, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ആത്മാവിലാണ്. സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. അതിനുശേഷം സകല അധികാരങ്ങളും നമുക്ക് തന്നു. ഇത് 28ാമത്തെ വചനമാണ് പറയുന്നത്. അതായത് ദൈവത്തിൽ നിന്നും ആദ്യം കേട്ട ശബ്ദം, മനുഷ്യൻ ആദ്യം കേട്ടത് ബ്ലെസ്സിങ്സ് ആണ്. അതായത് അനുഗ്രഹങ്ങൾ മാത്രമാണ് കേട്ടത്, ആദ്യത്തെ ശബ്ദം. പക്ഷേ നമ്മൾ പാപം ചെയ്തു. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥാനാധിപതിയായ ആദം, ഹവ്വ പാപം ചെയ്തു. 37:3 പ്രകാരം ദൈവവചനത്തെ വിശ്വസിക്കാതെ പിശാചിൻ്റെ വചനത്തെ സ്വീകരിച്ചതുകൊണ്ട് നമ്മൾ വെളിച്ചത്തിൻ്റെ രാജാവായ ആഡമിൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്നും ഈട്ടിൻ്റെ രാജാവായ പിശാചിൻ്റെ രാജ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ കാര്യമായിട്ടും റോമ ലേഖനത്തിൻ്റെ 6:23 പറയുന്നുണ്ട്. അവിടെ പാപത്തിൻ്റെ ശിക്ഷ മരണം. അതുമാതിരി തന്നെ റോമാലേഖനത്തിൻ്റെ തന്നെ 6:16, 2 Corinthians 4:4 പറയുന്നത്, ഇന്ന് നമ്മൾ ജീവിക്കുന്നത്, നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിശ്വാസികളായ ദൈവത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം ജീവിക്കുന്നത് അന്ധകാര ലോകത്തിലാണ്, പിശാചിൻ്റെ ഭരണത്തിലാണ്. ഈ രാജാവ് ആയ ആദം, ഈ രാജ്യത്തിൻ്റെ എല്ലാ അധികാരവും ഉണ്ടായിരുന്ന ആദം ദൈവവചനം വിശ്വസിക്കാതെ തെറ്റ് ചെയ്തതോടുകൂടി, പിശാചിൻ്റെ വചനം വിശ്വസിച്ചതോടുകൂടി അങ്ങനെ ഒരു സംഭവം നമ്മൾ ആത്മീയമായി മരിച്ച് അന്ധകാര ലോകത്തിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ രാജ്യം നഷ്ടപ്പെട്ട നമ്മൾ, ദൈവത്തിൻ്റെ പുത്രനായി ജനിച്ച നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണെന്നാണ് ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, പിതാവായ ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ആ പദ്ധതി പ്രകാരം യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വചനപ്രകാരം പറയാണ്, വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം ആർക്കും കാണാൻ പറ്റില്ല. അപ്പം ഈ അന്ധകാരത്തിൽ ജീവിക്കുന്ന നമ്മളെ വീണ്ടും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് രണ്ടാമത് ജനിക്കണം. അത് നിക്കോഡോമസിന് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിച്ചായിരുന്നു, എങ്ങനെയാണ് ഒരു സ്ത്രീൻ്റെ ഉദരത്തിലേക്ക് പിന്നെയും കടന്നു ചെല്ലാൻ പറ്റുന്നത്? അപ്പം ക്രിസ്തു അതിന് ഉത്തരമായിട്ട് കൊടുത്താണ് ആത്മാവിൽ ജനിക്കണം. നമ്മൾ ആത്മീയനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചുള്ളത്. അങ്ങനെ ആത്മാവിൽ ജനിക്കുന്നതാണ് ക്രിസ്തു പറയുന്നത്. ആ ആത്മാവിൽ എങ്ങനെയാണ് ജനിക്കുന്നത്? ആത്മാവായ ദൈവത്തിനെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് റോമാ ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 9 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ കാണാം, ക്രിസ്തുവിനെ നമ്മൾ ദൈവമായി സ്വീകരിക്കുക. ക്രിസ്തു പൂർണ്ണ ആത്മാവും പൂർണ്ണ ദേഹിയുമായിരുന്നു. അവിടെ നമ്മൾ ദൈവമായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവായ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഒരു പുതിയ സൃഷ്ടിയാണ് നടക്കുന്നത്. കംപ്ലീറ്റ്
ന്യൂ ക്രിയേഷൻ. ഇത് സംഭവിക്കുന്നത് തികച്ചും ദൈവത്തിൽ നിന്നാണ്. വളരെ ക്ലിയറായിട്ട് 2 കൊരിന്ത്യൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെ വചനം വായിക്കുകയാണെങ്കിൽ ഇത് വളരെ ക്ലിയറായിട്ട് കാണാം. എല്ലാം ദൈവത്തിൽ നിന്നാണ്, എല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകിയിട്ട് ദൈവത്തിൻ്റെ നീതി നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സ്വന്തം ഒരിക്കലും നീതിമാനാവാൻ പറ്റില്ല. അങ്ങനെ ദൈവത്തിൻ്റെ നീതി തന്നതിന് ശേഷം, കാരണം ദൈവത്തിൻ്റെ നീതി ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ റൈറ്റസ്നെസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, നമുക്ക് തന്ന് ദൈവരാജ്യത്തിൻ്റെ അംഗമാക്കണേ. ട്രാൻസ്ലേറ്റഡ് ഫ്രം കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ടു കിങ്ഡം ഓഫ് ലൈറ്റ്. ആ രാജാവിൻ്റെ കുടുംബത്തിൻ്റെ അംഗമാക്കി ക്രിസ്തുവിൻ്റെ മരണപ്രകാരം നമ്മൾ ക്രിസ്തുവിൻ്റെ ഫാമിലിയിലേക്ക് വന്ന് ദൈവരാജ്യത്തിലേക്ക് തിരിച്ചു വന്ന് ഈ ദൈവരാജ്യത്തിലാണ് ഇന്ന് നമ്മൾ വിശ്വാസികൾ എല്ലാവരും ദൈവരാജ്യത്തിലാണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ കൂടെയാണ്. ആ ക്രിസ്തു നമ്മൾ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൊളോസ്യൻ്റെ 1:27, 2 കൊരിന്ത്യൻ്റെ 13:5 പറയുന്നത് ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെന്ന്. അപ്പോൾ ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ശരീരം, അതായത് ആത്മീയ ശരീരം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മരണത്തിൽ നിന്ന് നമ്മൾ ആത്മീയനായി മരിച്ച നമ്മളെ രണ്ടാമതും ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ജീവൻ അതാണ്. അന്ന് നമ്മൾ വിശ്വാസികളായ നമ്മളെല്ലാവരും ആത്മീയരാണ്. ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും ആത്മീയരാണ്. കാരണം ക്രിസ്തു നമ്മളിലുണ്ട്. ഹോപ്പ് ഓഫ് ഗ്ലോറി കൊളോസ്യൻ 1:27 ആ ക്രിസ്തുവാണ് ഇനി നമ്മൾ നടത്തുന്നത്. ഗലേഷ്യൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വചനം പറയാണ്, അവിടെ പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ച് ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഈ ഒരു ധാരണ എല്ലാവർക്കും ആവശ്യമാണ്. ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഞാൻ ക്രിസ്തുവിൻ്റെ അതേ അധികാരത്തോടും അതേ രീതിയിലും ഉള്ളൊരു വ്യക്തിയാണ്. 1 യോഹന്നാൻ്റെ 4:17 പറഞ്ഞ മാതിരി ഏത് പ്രകാരം ക്രിസ്തു ഈ ലോകത്തിലായിരുന്നു അതേ പ്രകാരം നമ്മളുമാണ്. അപ്പം ഈ ഒരു കാര്യം നമുക്കറിയണം. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടു കൂടിയാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. റിഡംഷൻ. ഈ റിഡംഷനെ പറ്റിയിട്ട് എഫെസ്യൻ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വന്നുള്ളത്. ഞാൻ വളരെ ചുരുക്കത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വിശദീകരിക്കണമെങ്കിൽ നിങ്ങൾ ഈ വചനങ്ങളൊക്കെ വായിക്കുക, മനസ്സിലാക്കുക. ഇന്ന് നമ്മളെല്ലാം അന്ധകാര ലോകത്തിലല്ല, വെളിച്ചത്തിൻ്റെ ലോകത്തിലാണ് താമസിക്കുന്നത്, ജീവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.